മദ്യലഹരിയിൽ ബീച്ചിലെത്തി അതിക്രമം നടത്തിയ 4 പേർ അറസ്റ്റിൽ. കൊച്ചിയിലെ ചെറായി ബീച്ചിലാണ് യുവതിയും സംഘവുമെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ചേന്ദമംഗലം സ്വദേശി രാഹുൽ ദേവ്, തൃശൂർ മേത്തല സ്വദേശി അജയ്, വടകര സ്വദേശിനി ഫർസാന, എറണാകുളം വടക്കക്കര സ്വദേശിനി സിയ ഷിബു എന്നിവരാണ് ബീച്ചിലെത്തി അതിക്രമം കാണിച്ചത്. ബീച്ചിലെത്തിയ സംഘം കടയുടമയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അസഭ്യം പറയുകയും കസേര വലിച്ചെറിയുകയും ചെയ്തു. കൂടാതെ അരമണിക്കൂറോളം ഫർസാനയും സംഘവും ഇവിടെ നിന്ന് ബഹളം വെച്ചു. വാക്കുതർക്കത്തിനിടെ എല്ലാ പരിധികളും വിട്ട ഫർസാന കടയുടമ തന്നെ മർദ്ദിച്ചുവെന്നും ആരോപിച്ചു. സംഭവം പറഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. യുവതിയുടെ ആരോപണം തെറ്റാണെന്ന് പോലീസ് വ്യക്തമാക്കി. മദ്യലഹരിയിലായിരുന്ന സംഘമാണ് കടക്കാരനോട് മോശമായി പെരുമാറിയത്. ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണ് കടക്കാരൻ ചെയ്തത്. അയാളുടെ ഭാഗത്ത് തെറ്റില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സംഘത്തിന്റെ കൈവശം ലഹരിയുണ്ടോ എന്ന സംശയത്തിൽ ഇവർ താമസിക്കുന്ന റിസോർട്ടിലും പോലീസ് പരിശോധന നടത്തി. എന്നാൽ ഇവിടുന്ന് ലഹരിയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം. എന്നിരുന്നാലും പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിന് 4 അംഗ സംഘത്തിനെതിരെ കേസെടുത്തു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് 4 പേരും ചെറായിലെത്തിയത്. റിസോർട്ടിൽ മുറിയെടുത്ത് മദ്യപിച്ചു ശേഷം ബീച്ചിലേക്ക് പോകുകയായിരുന്നു. നമ്മുടെ യുവതലമുറയുടെ ജീവിതവും പോക്കും എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം വേണമെന്ന് അലറി വിളിക്കുകയാണ് ആൾക്കാരെ. ഈ സ്വാതന്ത്ര്യം മൊത്തം ഇപ്പോഴത്തെ യുവതലമുറ നല്ലവണ്ണം മിസ്യൂസ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇക്വാലിറ്റി വേണം, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും തുല്യ ഇക്വാലിറ്റി വേണം എന്ന് കരഞ്ഞ് വിളിച്ച് അപേക്ഷിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഇക്വാലിറ്റി ഉണ്ട്. അതിൻ്റെ മുകളിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം മദ്യലഹരിയിലും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളിലും അവർ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുകയും അതിനുശേഷം അവർ നമ്മുടെ നാട്ടിൽ സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെറുതെ ഇരിക്കുന്ന കടക്കാരോടൊക്കെ ചെന്ന് വഴക്ക് പിടിക്കുകയും അവരുടെ മേൽ തട്ടിക്കയറുകയൊക്കെ ചെയ്തിട്ട് കുറ്റം അവരുടെ മേൽ ആരോപിക്കുന്ന പതിവ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരു സ്ഥിരം പതിവായി മാറിയേക്കുകയാണ്. അവരുടെ ആൺ സുഹൃത്തുക്കളോടൊപ്പം അവർ താമസിക്കുകയും അവർ ജീവിതം ചെലവിടുകയും അവരുമായിട്ട് ഒത്തൊരുമിച്ച് മദ്യപിക്കുകയും ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിച്ച ശേഷം അവർ വന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലും ഇന്ന് ചുമ്മാ ബഹളം വെച്ച് കൂട്ടുകയാണ്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ നിയമ സംവിധാനവും പോലീസും എല്ലാവരും രംഗത്ത് വരിക തന്നെ ചെയ്യണം. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തക്കതായ സമയത്ത് തന്നെ കൊടുക്കുക.